നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് എന്തിനാ? കുറച്ച് സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടിയല്ലേ? പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ സന്തോഷം എന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണെന്ന്, അല്ലെങ്കിൽ കയ്യിൽ ഒരുപാട് പൈസയുള്ളവർക്ക് മാത്രം ഉള്ളതാണെന്ന്. എന്നാൽ 2026 പുതിയ പഠനങ്ങളും ശാസ്ത്രവും പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോലിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ചില ചെറിയ രാസപ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാൽ ഏതൊരു സാധാരണക്കാരനും നിത്യജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം. അതെങ്ങനെയാണെന്ന് വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സന്തോഷത്തിന്റെ പകുതി ഭാഗവും നമ്മുടെ പാരമ്പര്യമായി കിട്ടുന്നതാണ്. ഒരു 10% നമ്മൾ ജീവിക്കുന്ന സാഹചര്യം തീരുമാനിക്കും. എന്നാൽ ബാക്കി വരുന്ന 40% ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ സന്തോഷം ഇരിക്കുന്നത്. ശാസ്ത്രലോകം ഇതിനെ 4 ഹോർമോണുകളായിട്ടാണ് കാണുന്നത്. ഇതിനെ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഡോസ് എന്ന് വിളിക്കാം. DOSE. ഈ 4 കാര്യങ്ങളൊന്ന് ഉഷാറാക്കിയാൽ നമ്മുടെ ജീവിതം മാറും. ഇതിൽ ഒന്നാമത്തെ ആൾ ഡോപ്പമിനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് വിജയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉന്മേഷം ഉണ്ടല്ലോ, അതാണിത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിൽ ഓരോന്ന് കഴിയുമ്പോഴും അതൊന്ന് വെട്ടി നോക്കണം. ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറിൽ ഈ ഡോപ്പമിൻ വരും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സന്തോഷം കിട്ടൂ എന്ന് വിചാരിക്കരുത്. രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റു, വീടൊന്ന് വൃത്തിയാക്കി, അല്ലെങ്കിൽ ഓഫീസിലെ ഒരു ഫയൽ കൃത്യമായി തീർത്തു, ഈ ചെറിയ വിജയങ്ങൾ പോലും നിങ്ങളെ സന്തോഷിപ്പിക്കും. രണ്ടാമത്തെ ആൾ ഓക്സിറ്റോസിൻ ആണ്. ഇതിനെ സ്നേഹത്തിന്റെ ഹോർമോൺ എന്ന് നമുക്ക് വിളിക്കാം. നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. വീട്ടുകാരുടെ കൂടെ ഇരിക്കുക, സുഹൃത്തുക്കളോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുക, ഇതൊക്കെ ഇതിന് സഹായിക്കും. 2026 ഈ തിരക്ക് പിടിച്ച ലോകത്ത് നമ്മൾ മറന്നു പോകുന്ന ഒന്നാണിത്. മൊബൈലിൽ നോക്കിയിരിക്കാതെ കൂടെയുള്ളവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തന്നെ ഈ ഹോർമോൺ നിങ്ങളുടെ മനസ്സിൽ സമാധാനം നിറയ്ക്കും. മൂന്നാമത്തെ ആൾ സെറോട്ടോണിനാണ്. ഇത് നമ്മുടെ മനസ്സിന്റെ നില ശരിയായി വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. വെയിൽ കൊള്ളുന്നതും നടക്കാൻ പോകുന്നതുമൊക്കെ ഇതിന് നല്ലതാണ്. രാവിലെ ഒരു 10 മിനിറ്റ് നടക്കാൻ ഇറങ്ങുന്നത് ആ ദിവസത്തെ മുഴുവൻ ഉന്മേഷമുള്ളതാക്കും. നാലാമത്തെ ആൾ എൻഡോർഫിനാണ്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നന്നായി ചിരിക്കുമ്പോഴോ ആണ് ഇത് ഉണ്ടാകുന്നത്. സങ്കടം വരുമ്പോൾ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നത് വെറുതെയല്ല. ഇത് ഈ ഹോർമോൺ വഴി നമ്മുടെ വേദന കുറയ്ക്കാൻ സഹായിക്കും. ഇനി നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ചില ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കുന്ന ശീലമുണ്ടോ? എങ്കിൽ അതൊന്നും മാറ്റിവെക്കുക. രാവിലെ തന്നെ നെഗറ്റീവ് വാർത്തകൾ കാണുന്നത് നിങ്ങളുടെ ആ ദിവസത്തെ തന്നെ മോശമാക്കും. പകരം ഇന്ന് എനിക്ക് കിട്ടിയ നല്ലൊരു ദിവസമാണെന്ന് മനസ്സുകൊണ്ട് പറയുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുക. ജോലി സ്ഥലത്തെ ടെൻഷൻ കുറയ്ക്കാൻ ചില വിദ്യകളുണ്ട്. വലിയ ജോലികൾ കണ്ട് പേടിക്കാതിരിക്കുക. അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കുക. ഓരോ ഭാഗം തീരുമ്പോഴും നമുക്ക് ആത്മവിശ്വാസം കിട്ടും. അതുപോലെ മറ്റുള്ളവരെ അഭിനന്ദിക്കാനും മടിക്കരുത്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ നല്ലൊരു കാര്യം ചെയ്താൽ അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. അത് അവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകും. നല്ല വാക്കുകൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷെ അത് തരുന്ന മാറ്റം വലുതാണ്. ഇനി ഒരു പ്രധാന കാര്യം, സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഒരു ജപ്പാൻകാരുടെ രീതിയുണ്ട്, ഹാപ്പിനെസ് ബോക്സ്. നിങ്ങൾക്ക് സന്തോഷം തോന്നിയ നിമിഷങ്ങൾ ഒരു ചെറിയ പേപ്പറിൽ എഴുതി ഈ പെട്ടിയിൽ ഇട്ട് വെക്കണം. എപ്പോഴെങ്കിലും വിഷമം തോന്നുമ്പോൾ ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് വായിക്കുക. ആ പഴയ നല്ല ഓർമ്മകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സങ്കടം മാറ്റാൻ സഹായിക്കും. അതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്നതും നല്ല മണമുള്ള ചന്ദനത്തിരിയോ സുഗന്ധമോ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ ശാന്തമാക്കാൻ സഹായിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ ഭക്ഷണ രീതിയും സന്തോഷവും തമ്മിലും ബന്ധമുണ്ട്. ശരിയായ അളവിൽ വെള്ളം കുടിക്കുന്നതും പച്ചക്കറികൾ കഴിക്കുന്നതും നമ്മുടെ മനസ്സിനെ ഉന്മേഷത്തോടെ വയ്ക്കാൻ സഹായിക്കും. ഒരേ ഇരിപ്പിരിക്കാതെ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത് രക്തയോട്ടം കൂട്ടാനും മനസ്സിന് തെളിച്ചം കിട്ടാനും നല്ലതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സന്തോഷം എന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലമാണ്. വലിയ വീടോ കാറോ വന്നാൽ മാത്രം സന്തോഷിക്കാമെന്ന് കരുതിയിരുന്നാൽ ചിലപ്പോൾ ആയുസ് മുഴുവൻ കാത്തിരിക്കേണ്ടി വരും. പകരം ഇന്ന് ഈ നിമിഷം നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ജോലിഭാരവും കുടുംബത്തിലെ പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതിനിടയിലും പുഞ്ചിരിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് തന്നെ പരീക്ഷിച്ചു നോക്കണം. ഒരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായും അനുഭവപ്പെടും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കും ഇതൊരു ആശ്വാസമാകട്ടെ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാനസികമായി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മടിക്കാതെ ഒരു ഡോക്ടറുടെയോ കൗൺസിലറുടെയോ സഹായം തേടണം. ഇത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റ് ആക്കാം.